സാമൂഹികപരമായോ വ്യക്തിപരമായോ ഒരു നീതിയും കാണിക്കാത്ത സർവ്വ അന്യായങ്ങളും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം വിവാഹത്തിൽ ഇസ്ലാം പഠിപ്പിച്ച പല മര്യാദകളും വേണ്ടത്ര സൂക്ഷ്മതയോടെ പലരും സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ഇന്ന് പൊതുവെ ഒരു കൂട്ടരുണ്ട്, അത്യാവശ്യം പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കല്യാണം നടത്തും. നിക്കാഹ് മാത്രമേ അള്ളാനെ ഭയപ്പെടൂ. നിക്കാഹ് അത്യാവശ്യം പടച്ചോന്റെ ബർക്കത്തുണ്ടാവണം, അത് കൃത്യമായിട്ടൊരു മൗലവിനെ കൊണ്ടൊന്ന് മലയാളത്തെ പ്രസംഗിപ്പിക്കണം. ആ നിക്കാഹിന്റെ സദസ്സിൽ വേണ്ടാത്ത ആചാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അതേ മനുഷ്യർ വിവാഹത്തിന്റെ ദിനം വരുമ്പോ ആർഭാടങ്ങളും ആഘോഷങ്ങളും കാണിച്ചു കൂട്ടുന്നു. രണ്ടാമത്തെ ഒരു കുട്ടരെ സംബന്ധിച്ചിടത്തോളം വിവാഹം കെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടണം, നാട്ടുകാർക്കിടയിൽ പേരെടുക്കണം, ആൾക്കാരിന്റെ കല്യാണത്തെ പറ്റി ഒന്ന് ഭംഗിയാക്കി പറയണം. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് പോലും ബോധ്യമില്ലാതെ ഒരു പാർട്ടിക്കാർ വരുന്നു, അത് വെച്ചോ, ഈ പാർട്ടിക്കാർ വരുന്നു, അതും വെച്ചോ, ഈ പാർട്ടിക്കാർ വരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് എന്ത്? വിവാഹത്തിൽ ഇസ്ലാമിന്റെ മര്യാദ എന്ത്? ഇതൊന്നും നോക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ആളുകൾ. മൂന്നാമത്തെ ഒരു കൂട്ടർ എങ്ങനെങ്കിലും കെട്ടിക്കണം, അതാണായാലും പെണ്ണായാലും എങ്ങനെങ്കിലും ഒന്ന് തലമൊന്ന് ഒഴിവാക്കണം. സമയമാകുമ്പോ ഏതൊന്നു പോലും അന്വേഷിക്കാതെ സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്ന മാതാപിതാക്കളും ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സുന്നത്തായ കാര്യമാണ് വൈവാഹിക രംഗത്ത് ഇടപെടുക എന്നുള്ളത്. ആ സുന്നത്ത് ഇടപെടുന്ന സമയത്ത് വ്യക്തമായ ഒരു പ്ലാനിംഗ് ഒരു മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചത് അള്ളാന്റെ പ്രവാചകനാണ്. വ്യക്തമായൊരു മുന്നൊരുക്കവും അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടുമാണ് നിങ്ങൾ അത് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ സുന്നത്ത് വലിച്ചെറിയപ്പെടും, ആ ഇബാദത്തുകൾ നാശമാകും. നിങ്ങൾ പോലും ചിന്തിക്കാത്ത കോലത്തിൽ ഇസ്ലാമിലെ പരിപാവനമായ പല ആചാരങ്ങളും ജനങ്ങളാൽ ചവിട്ടി മെതിക്കപ്പെടും. ആ ചവിട്ടി മെതിക്കപ്പെട്ടതാണ് ഇന്നത്തെ വിവാഹം. ആലോചനകൾ മുതൽ, കണ്ടുപോരുന്നത് മുതൽ, വിവാഹം തീർന്നാലും അവസാനിക്കാത്ത പേക്കൂട്ടുകൾ ഇന്നൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഞാനൊരു സുന്നത്തിൽ ഇടപെടുന്നുണ്ടോ എങ്കിൽ ആ സുന്നത്തെന്നെ സ്വർഗത്തിലെത്തിക്കണം എന്ന് ചിന്തിച്ച് ഇടപെടണം. അതിന് പറ്റുന്നില്ലേ, നോമ്പ് വെച്ചാൽ മതി. എങ്ങനെങ്കിലും കാണിച്ചു കൂട്ടണം നല്ല അല്ലാന്റെ ഹബീബിന്റെ കൽപ്പന. എങ്ങനെങ്കിലും മക്കൾക്ക് പ്രായപ്പിച്ചിട്ട് കെട്ടിച്ചു വിടണമെന്നല്ല. നിങ്ങളാ നിർവഹിക്കുന്ന വിവാഹത്തിൽ പടച്ച റബ്ബിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്നില്ലേ? നിങ്ങൾ നോമ്പ് നോൽക്കാൻ മക്കളോട് കൽപ്പിക്കണം.